സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ 4ാമത് കേരള സ്റ്റേറ്റ് പാരാ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺഫറൻസാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്നത് നമ്മുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ പാട്രണുമായ എം വിജയകുമാർ അവர்களാണ്. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കരമന ഹരി. ഞാൻ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇത് AMK നിഷ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ മെമ്പറും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ജോയിന്റ് സെക്രട്ടറിയുമാണ്. കൃഷ്ണേന്ദു ഇതിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. രാമചന്ദ്രൻ K. രാമചന്ദ്രൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിലുമായിട്ട് കണക്ട് ചെയ്ത കേരള അത്ലറ്റിക് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതിൻ്റെ 4ാമത് പാരാ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ് കോൺഫറൻസാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ എന്നോട് 2 വാക്ക്. സ്പോർട്സാണ്, രാഷ്ട്രീയമല്ല, അതുകൊണ്ട് എല്ലാവരുടെയും കാര്യമാണ്. പ്രത്യേകിച്ച് സ്പോർട്സിലെ പാരാലിമ്പിക്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ സൂചിപ്പിച്ചു, ശ്രീ ശശിധരൻ സൂചിപ്പിച്ചതുപോലെ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരള ഈ ഇന്റർനാഷണൽ പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെയും പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് കൗൺസിലുമായിട്ടും സംസ്ഥാന സർക്കാരുമായിട്ടും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് അതിൻ്റെ 4ാമത് സ്റ്റേറ്റ് പാരാലിമ്പിക്സ് പാരാ ഗെയിംസാണ് ഈ ഡിസംബർ 20-21 തീയതികളിലായിട്ട് ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ പ്രാധാന്യമുള്ളതും അതിലേറെ നമ്മുടെ ശ്രദ്ധയാകെ കൊണ്ടുവരേണ്ടതുമായ ഒരു മേഖലയാണ് പാരാലിമ്പിക്സിൻ്റെ മേഖല. ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. പക്ഷേ ഈ രംഗത്ത് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ കേരളം ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി താരങ്ങളെ അല്ലെങ്കിൽ മത്സര വിജയികളെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ചെറിയ കാര്യമല്ല. കാരണം ശ്രമകരമായ ജോലി മറ്റ് സ്പോർട്സ് മേഖല പോലെ അല്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണിത്. അപ്പോൾ അതിന് മീഡിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം ഒരു പ്രത്യേക പിന്തുണ ഇതിന് ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് ചുരുക്കമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഹരി പറയും. ഈ വളരെ അടുത്ത കാലത്താണ് ഈ ഡിഫറൻ്റ്ലി ഏബിളുകാരുടെ എല്ലാ രംഗത്തെയുമുള്ള ഒരു പ്രചോദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. സാർവദേശികമായതിന് നേരത്തെ ഒരു മാനമുണ്ടായിരുന്നെങ്കിലും സംസ്ഥാനത്തും ഇന്ത്യയിലും അവരെ ഒരു പ്രത്യേക ശേഷിയുള്ളവർ, ഒരു ശേഷി കുറവുണ്ടെങ്കിലും പ്രത്യേക ശേഷിയുള്ളവരെന്ന് കണ്ടുകൊണ്ട് എല്ലാ രംഗത്തുമായിട്ട് ഒരു പ്രചോദനം വരികയാണ്. ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിൽ ഡിഫറൻ്റ്ലി ഏബിളിൻ്റെ ഈ സംഘടന തന്നെ ഏറ്റവും ഗംഭീരമായ, വളരെ ചിലവ് കൂടിയതും എന്നാൽ അവർക്ക് എല്ലാ സൗകര്യപ്രദവുമാവത്തക്ക രൂപത്തിലുള്ള സ്പോർട്സ് മീറ്റാണ് സംഘടിപ്പിക്കുന്നത്. ഈ 4 വർഷം എൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ നമ്മുടെ മുൻ സ്പോർട്സ് വകുപ്പ് മന്ത്രി കൂടിയായിട്ട് വിജയകുമാർ തന്നെയാണ്. ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഇത് അവർക്കെല്ലാം അവർക്ക് ഭക്ഷണം, സാധാരണയുള്ള സ്പോർട്സിനെക്കാളും അവർക്ക് ഭക്ഷണവും താമസവും അവരുടെ ശാരീരിക ശേഷിക്ക് അനുസരിച്ചുള്ള താമസ സൗകര്യങ്ങളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് കായിക താരങ്ങൾ വലിയ തോതിൽ വളർന്നു വന്നു. അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ വർഷം നല്ല മെരിറ്റോടു കൂടിയുള്ള ഒരു മേളയായിരിക്കും, ഒരു മത്സരമായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിശ്ചയമായിട്ടും ഇവരുടെ ഈ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഭാഗം എന്ന രൂപത്തിൽ മീഡിയയുടെ ഒരു സഹായവും പിന്തുണയും എല്ലാം ധാർമ്മികമായി ഉണ്ടാവണം എന്ന് മാത്രം ചുരുക്കത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില പത്രസമ്മേളനങ്ങളിൽ ഇരിക്കുന്നവരാണ്. കൂടുതൽ സമയം കളയുന്നില്ല. ഈ 4ാമത് പാരാ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 3 കായിക ഇനങ്ങളാണ് ഇതിനകത്ത് ഈ 20-21 തീയതികൾ നടത്തുന്നത്. 20-ാം തീയതി പാരാ അത്ലറ്റിക്സ്, 21-ാം തീയതി പാരാ പവർ ലിഫ്റ്റിംഗ് ആൻഡ് പാരാ ബാഡ്മിൻ്റൺ. ഇങ്ങനെ 3 ഇവൻ്റാണ്. അത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറയുകയാണ്. ഈ പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് മൊത്തം 29 കായിക ഇനങ്ങളാണ്. 23 സമ്മർ ഒളിമ്പിക്സിൽ വരുന്ന കായിക ഇനങ്ങളും 6 വിന്റർ ഒളിമ്പിക്സിൽ വരുന്ന കായിക ഇനങ്ങളും. അതിൽ 8 കായിക ഇനങ്ങളിൽ നമ്മൾ കേരള
ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ പങ്കെടുത്തു വരുന്നുണ്ട്. നമ്മുടെ ആൽഫിയ ജെയിംസ് എന്ന് പറയുന്ന കുട്ടി ബാഡ്മിന്റൺ, പാരാ ബാഡ്മിന്റണിൽ വേൾഡ് നമ്പർ 1 ആണ്. വേൾഡ് നമ്പർ 1 ആണ് ആൽഫിയ ജെയിംസ്. അങ്ങനെ നിരവധി പിന്നെ ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിരിക്കും ആസിം വെള്ളിമല, പുള്ളി 3 ദേശീയ റെക്കോർഡിന്റെ ഉടമയാണ് പാരാ സ്വിമ്മിങ്ങിൽ. അതുപോലെ തന്നെ 2 വേൾഡ് ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അനവധി നിരവധി കായിക താരങ്ങൾ പല ഡിസിപ്ലിനായിട്ട് നമുക്കുണ്ട്. സിദ്ധാർത്ഥ ബാബു കഴിഞ്ഞ 2 പാരാലിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും വരുന്ന അത്ലറ്റിക്സ് ആണ്. അത്ലറ്റിക്സിൽ കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്ററിൽ 1ാം സ്ഥാനം വന്നത് മലയാളിയാണ് മുഹമ്മദ് ബാസിൽ. 100 മീറ്റർ T46 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വേൾഡ് നമ്പർ 1 ആണ് ബാസിൽ, മുഹമ്മദ് ബാസിൽ. അങ്ങനെ ഒരുപാട് കായിക താരങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ബ്ലൈൻഡ് ഉണ്ട്. ബ്ലൈൻഡിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെർബൽ പൾസി ഉണ്ട്, ഡോഫ് ഉണ്ട്, ID ഉണ്ട്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. അതുപോലെ പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്ന എല്ലാ കായിക ഇനങ്ങളും ഇതിനകത്തുണ്ട്. അതിനകത്ത് നമുക്ക് ഡിഫറൻറ്റ്ലി ഏബിൾഡ് 3 ജനറലി 3 കായിക ഇനങ്ങളാണ് അന്തർദേശീയ തലത്തിൽ നടക്കുന്നത്. 1 പാരാലിമ്പിക്സ്, 2 ഡെഫ്യാർഡ്, 3 സ്പെഷ്യൽ ഒളിമ്പിക്സ്. അപ്പൊ ഈ പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒപ്പത്തിനൊപ്പം ഒളിമ്പിക്സിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കായിക ഇനമാണ്, കായിക മേഖലയാണ് പാരാലിമ്പിക്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാരാലിമ്പിക്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ പാരാലിമ്പിക്സിൽ 7 ഗോൾഡാണ്. പാരാലിമ്പിക്സിൽ പാരീസിൽ നടന്നതിൽ നമുക്ക് 7 ഗോൾഡാണ് വന്നത്. നമുക്ക് അതുപോലെ തന്നെ ദേശീയ തലത്തിൽ കേരളത്തിലും അതുപോലെ തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ ആ പ്രാധാന്യം പ്രമുഖമായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വളരെ വിപുലമായിട്ട് നമ്മുടെ മീഡിയയുടെ സഹായത്തോടു കൂടി ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ഈ മേഖലയിലേക്ക് ഒരുപാട് ആൾക്കാർ കടന്നു വരണമെങ്കിൽ ഒരുപാട് ആൾക്കാർ ഏകദേശം 14 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാരായ ആൾക്കാർ കേരളത്തിലുണ്ട്. അവരൊക്കെ ഇതിനകത്ത് കടന്നു